ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. AD 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ച ഇരുവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കൽക്കുളം കൊട്ടാരം എന്നും പത്മനാഭപുരം കൊട്ടാരം അറിയപ്പെടുന്നുണ്ട്. ഈ കൊട്ടാരം കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രണത്തിലുള്ളതുമാണ്. പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മുൻ തലസ്ഥാന നഗരമാണ് പത്മനാഭപുരം. നാഗർകോവിലിൽ നിന്ന് 20 കിലോമീറ്ററും കന്യാകുമാരിയിൽ നിന്ന് 39 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 52 കിലോമീറ്ററും അകലെയാണ് ഈ സ്ഥലം. കൊട്ടാര സമുച്ചയം 6 കിലോമീറ്റർ നീളമുള്ള ഒരു പഴയ ഗ്രാനൈറ്റ് കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വേളി കുന്നുകളുടെ അടിവാരത്തിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വള്ളി നദി സമീപത്തായി ഒഴുകുന്നു. നല്ല തിരക്കാണ് കൊട്ടാരം കാണാൻ ചെന്നപ്പോൾ. ചെരിപ്പൂരി അവിടെ സൂക്ഷിക്കാൻ കൊടുത്ത ശേഷം പ്രായപൂർത്തിയായവർക്ക് 50 രൂപ ടിക്കറ്റും കുട്ടികൾക്ക് 10 രൂപ ടിക്കറ്റും എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. കയറി ചെല്ലുന്ന ഉടനെ കുതിരവിളക്ക് തൂങ്ങിക്കിടപ്പുണ്ട്. രാജാവ് അതിഥികളെ സ്വീകരിക്കുന്ന സ്ഥലമാണിത്. അവിടെ 7 കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കട്ടിലും ചൈനക്കാർ സമ്മാനമായി നൽകിയ ഒരു കസേരയുമുണ്ട്. ഞങ്ങൾ വിളക്കിൻ്റെ കയറി ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പൊക്കമുള്ള സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിൽ ചെന്നാൽ രാജാവും മന്ത്രിമാരെല്ലാം യോഗം കൂടുന്ന സ്ഥലമാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ അവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. മനോഹരമായ മേൽത്തട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഓരോരുത്തരിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. പ്ലേസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമുക്കിത് ഇതിന് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ക്രമീകരിച്ചത്. ഇതെല്ലാം മീറ്റിംഗ് പ്ലേസ് ആണ്. താമര 9 താമരകളുണ്ട്. അതിൽ ഒരു താമരപ്പൂ ഗജലക്ഷ്മി രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ്സിൽ 200 പൂക്കളുണ്ട്. 200 പൂക്കൾ വ്യത്യസ്ത ഡിസൈൻസ് ആണ്. പിന്നെ ഇവിടെ ഈ ബോക്സുകളിൽ രാമച്ചം ചന്ദനം ഇതെല്ലാം വെള്ളം നനച്ച് കൂളിംഗ് AC പകരമായിട്ട് അതാണ് ഇതിൻ്റെ ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട്. തമിഴ് സിനിമ മലയാള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ഒരു കൊട്ടാരമാണിത്. പരമ്പരാഗത കേരള വാസ്തു വിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നായി കൊട്ടാര സമുച്ചയം തുടരുന്നു. വിശാലമായ സമുച്ചയത്തിൻ്റെ ചില ഭാഗങ്ങൾ പരമ്പരാഗത കേരള ശൈലിയുടെ വാസ്തുവിദ്യയുടെ മുഖമുദ്രയാണ്. രാജാവിൻ്റെ മന്ത്രശാല, അതായത് കൗൺസിലിംഗ് ചേംബറാണ് ഇപ്പോൾ കണ്ട് ഇറങ്ങിയത്. ഇത് ഊട്ടുപുരയാണ്. 2000 പേർക്ക് ഒരു ദിവസം ഊണ് വിളമ്പിയിരുന്ന സ്ഥലമാണ് ഇത് എന്നാണ് അറിഞ്ഞത്. വിശാലമായ ഊട്ടുപുരയൊക്കെ കണ്ട് അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. മനോഹരമായ ഗാർഡൻ ഉണ്ട്. ചെടികളൊക്കെ മനോഹരമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അതെല്ലാം നനച്ചു കൊടുക്കുന്നു. ഇവിടെ താഴെയും ഊട്ടുപുരയാണ്. ഇവിടെ പഴയ കാലത്ത് അച്ചാറിട്ടിരുന്ന ഭരണികളാണ് ഈ കാണുന്നതൊക്കെ. ഒരു സാധനത്തിൽ നമുക്ക് തൊടാനുള്ള അവകാശമൊന്നുമില്ല. അതുപോലെ തന്നെ പഴയ രൂപങ്ങളൊക്കെ അവിടെ പ്ലാസ്റ്റിക് കൂടിലെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതും ഊട്ടുപുരയാണെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊട്ടാരത്തിന് സമുച്ചയത്തിന് മധ്യത്തിലാണ് 4 നിലയിലുള്ള കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ നിലയിൽ രാജകീയ ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നു. 1-ാം നിലയിൽ രാജാവിൻ്റെ കിടപ്പുമുറികളുണ്ട്. കന്നിമുല തൂണാണ്. വൈദ്യകാലത്ത് ഒറ്റത്തടി വിഷു. ഇത് 3 രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ചേര ചോള പാണ്ഡ്യ എന്ന സങ്കല്പത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുവഴി പോണേ.
മേൽത്തട്ട് കാണാൻ അതിമനോഹരമാണ്. ഒരു പൂക്കൾ പോലും സാമ്യമില്ല. പലതരം പൂക്കളാണ് പണിതിരിക്കുന്നത്. ഉള്ളിലെ നാലുകെട്ടാണിത്. ഇവിടെ നിന്ന് ഒരു ടണൽ താഴോട്ട് പോകുന്നുണ്ട്. ഒരു കതക് തുറന്നാൽ താഴേക്ക് സ്റ്റെപ്പുണ്ട്. അതുവഴി പോയാൽ ചാരോട് കൊട്ടാരം വരെ എത്തുമായിരുന്നു. മനോഹരമായി ഇന്നും ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. സൈഡിലൂടെയുള്ള നടപ്പാതയാണ്. ഇവിടെയെല്ലാം ഭിത്തിയിലെ വിളക്ക് കത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ചില സ്ഥലത്തെയൊക്കെ പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നാലും പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാം. ചുറ്റുപാട് എന്ത് സംഭവിക്കുന്നു എന്ന് ഇതിനകത്തിരുന്നാൽ കാണാം. ഇതാണ് രാജാവിൻ്റെ കട്ടിൽ. ഡച്ച് വ്യാപാരികളിൽ നിന്നുള്ള സമ്മാനമാണിത്. 64 തരം ഔഷധ സസ്യങ്ങളും മരങ്ങളും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആട്ടുകട്ടിൽ കാണാം. പഴയ കാലത്തെ ഒരു കണ്ണാടിയും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ നിന്നുള്ള രംഗങ്ങളും അക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ചില രംഗങ്ങളും ചിത്രീകരിക്കുന്ന 18-ാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ ചുവർ ചിത്രങ്ങൾ കൊണ്ട് ഇതിൻ്റെ ചുവരുകളൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലത്തെ നില ശ്രീ പത്മനാഭസ്വാമിയുടെ മുറിയായി കരുതപ്പെടുന്നു. ഇടനാഴിയുടെ വശങ്ങളെല്ലാം അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇതന്നത്തെ 2 ടോയ്ലറ്റുകളാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ശ്രീ പത്മനാഭസ്വാമിയുടെ സേവകനായി തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന അദ്ദേഹം പത്മനാഭദാസൻ എന്നും അറിയപ്പെട്ടിരുന്നു. തെക്കേ കൊട്ടാരം അല്ലെങ്കിൽ നിറപുര എന്നറിയപ്പെടുന്ന തെക്കൻ കൊട്ടാരം കൊട്ടാര സമുച്ചയത്തിൽ നിന്ന് ഒരു പൊതുവഴിയിലൂടെ വേർതിരിക്കപ്പെടുന്നു. ഈ റെസിഡൻഷ്യൽ സമുച്ചയത്തിൽ 3 കെട്ടിടങ്ങളുണ്ട്. പ്രധാന റെസിഡൻഷ്യൽ കെട്ടിടത്തെ തായ് വീട് എന്ന് വിളിക്കുന്നു. പടിഞ്ഞാറോട്ട് അഭിമുഖമായുള്ള പ്രധാന കെട്ടിടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത് കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് പണിതിരിക്കുന്നത്. പ്രവേശന കവാടത്തിന് അഭിമുഖമായി തെക്കത്ത് അല്ലെങ്കിൽ സ്വകാര്യ ആരാധനാലയമുണ്ട്. ഇവിടെ ഇരുന്നാണ് രാജാവ് പരാതികളും പരിഭവങ്ങളും ഒക്കെ ജനത്തിനെ കേട്ടുകൊണ്ടിരുന്നത്. ഇതിലൊന്നും ആർക്കും കയറി നിൽക്കാനുള്ള അനുവാദമില്ല. 1993 ഇതൊരു പൈതൃക മ്യൂസിയമാക്കി മാറ്റിയത്. 400 വർഷത്തിലേറെ പഴക്കമുള്ള ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ തടിക്കൊട്ടാരമായി കണക്കാക്കപ്പെടുന്നു. 6.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മനോഹരമായ സമുച്ചയത്തിൻ്റെ ഓരോ ഭാഗവും 15-ലധികം കെട്ടിടങ്ങളോടെ സങ്കീർണമായ മരപ്പണിയാൽ നിറഞ്ഞിരിക്കുന്നു. സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലം ഇവിടെ പത്മനാഭപുരത്ത് വെച്ചാണ് നവരാത്രി ഉത്സവം നടന്നിരുന്നത്. മനോഹരമായി ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ബാത്റൂം സൗകര്യം, ക്യാൻറ്റീൻ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായ ലോണുണ്ട്. തെക്കേ കൊട്ടാരത്തിലേക്ക് പോയാൽ അവിടെ മരുന്നും സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. അസുഖത്തിന് ചികിത്സ നൽകിയിരുന്നത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഒരു 4 കെട്ടാണ്. അവിടെ പഴയ സാധനങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മരുന്ന് ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ ഗാർഡനുകളൊക്കെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഇതിനടുത്തായിട്ട് തന്നെ കുളപ്പുരയുണ്ട്. എല്ലാവർക്കും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ
കുളത്തിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടുക്കളയിലേക്ക് വേണ്ട അരയ്ക്കുകയും പൊടിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ പല ചലച്ചിത്രത്തിൻ്റെയും ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയത് മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ ഡാൻസാണ്. അത് നടന്ന വേദി ഇതാണ്. പക്ഷെ സിനിമയിൽ കാണുന്ന പോലെ അധികം വീതിയോ ഒന്നും അടുത്ത് ചെന്നാൽ തോന്നുകയില്ല. മനോഹരമായി സ്ഥലങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ തൂണുകളും 100 കഥകൾ പറയുന്ന ശില്പങ്ങൾ അതിനകത്ത് കൊത്തിയിട്ടുണ്ട്. ഇത് ചെയ്ത പണിക്കാരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് കാണുക എന്ന് പറയുന്നത് ശരിക്കും ഭാഗ്യം തന്നെയാണ്. എത്രയോ വിദഗ്ധരായ കലാകാരന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചു മടങ്ങിപ്പോയി. ഞങ്ങളവിടെ നിന്ന് മനോഹരമായ ഫോട്ടോകളൊക്കെ എടുത്തു. ഇവിടെ എല്ലാം തന്നെ മനോഹരമാണ്. അതിലേറെ നമുക്ക് അറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാനുമുണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സ്റ്റെപ്പുകളാണ്. വളരെ ഹൈറ്റ് കൂടിയ സ്റ്റെപ്പുകളാണ്. സാധാരണ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും കയറാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകളാണ്. പഴയ കിണറും അതിൻ്റെ കപ്പിയും ഒക്കെ കണ്ട ശേഷം മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ വിശദമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദീകരണങ്ങളും അവിടെ പല ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. അല്ലെങ്കിൽ തന്നെ താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊക്കെ പഠിക്കാൻ നല്ലൊരു അവസരമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക എന്ന് പറയുന്നത്. പഴയ നാണയങ്ങളും അതിനെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. പഴയകാലത്തെ ശില്പങ്ങളും കൊത്തുപണികളും എല്ലാം അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പഴയകാല രാജഭരണത്തിന് ചില പോരായ്മകളുണ്ടെങ്കിലും ഒത്തിരി നന്മകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വാളും പരിചയും എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പലരും ഇതൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പോയി കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായി ഇത് ഇട്ടിരിക്കുന്നത്. ഇതിനോട് താല്പര്യമുള്ളവർ പലരും കാണുമായിരിക്കും. എനിക്കിതൊക്കെ സന്ദർശിക്കുന്നതും ഇതിനെക്കുറിച്ച് അറിയുന്നതുമൊക്കെ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.